രാഷ്ട്രീയം പറയാൻ, ജനങ്ങളോട് രാഷ്ട്രീയം പറഞ്ഞ് പ്രതിരോധിക്കാൻ അവസരമില്ലാതെ വരുമ്പോൾ എത്രയോ താഴ്ന്ന, എത്രയോ ഹീനമായ, എത്രയോ അധപ്പതിച്ച രാഷ്ട്രീയം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പറയേണ്ടി വരുന്നു എന്നതിനു കൂടി തെളിവായി ഇന്നത്തെ ഈ രാഷ്ട്രീയ ദിനം മാറുമ്പോൾ അങ്ങനെ ചർച്ച വഴിതിരിച്ചു വിട്ട് അടഞ്ഞ അധ്യായമെന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ പെൺകുട്ടികളെ പുറകിന് നടന്ന് ശല്യം ചെയ്ത് അവരെ മാനസികമായും അല്ലാതെയുമെല്ലാം പീഡിപ്പിച്ച് അവരുടെ വയറ്റിലുണ്ടായ കുഞ്ഞുങ്ങളെപ്പോലും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തി കൊല്ലാൻ എനിക്കൊരു സെക്കൻഡ് പോലും സമയം വേണ്ട എന്നൊരു കോൺഗ്രസ് നേതാവിൻ്റെ ദാഷ്ട്യത്തിൽ ആക്രോശിച്ചിട്ട് വെറുതെ രക്ഷപ്പെട്ട് ഇരുട്ടുമുറിയിൽ കുറച്ച് ദിവസം അടച്ചിരുന്ന് സർവതന്ത്ര സ്വതന്ത്രനായി ഒരാഴ്ച കഴിയുമ്പോൾ വിവാദങ്ങൾ കെട്ടടക്കി പുറത്തിറങ്ങി നടക്കാമെന്ന കോൺഗ്രസ് PR ഏജൻസിയുടെ VD സതീശന്റെ, പ്രതിപക്ഷ നേതാവിൻ്റെ, KPCC പ്രസിഡന്റ് രാഷ്ട്രീയ കുതന്ത്രത്തെ അതിശക്തമായി കേരളത്തിൽ തുറന്നു കാണിക്കും. KSUക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് KSUവിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം സംഘടിപ്പിക്കുന്നത്. എറണാകുളത്ത് നിന്ന് SFIക്കാരും അല്ലല്ലോ പറഞ്ഞത്. എറണാകുളത്ത് നിന്നും KSUവിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞ വാർത്ത നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ലേ? KSUവിലെ പെൺകുട്ടികൾക്ക് പോലും ഈ സൈക്കോപാത്തിനെ കൊണ്ട് രക്ഷയില്ല എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ SFI ഇന്ന് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ നടത്തുന്ന ഈ സമരം KSUവിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാരായ പെൺകുട്ടികൾക്ക് കൂടി വേണ്ടിയാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഈ ഹെൽപ്പ് ഡെസ്ക് ഒരു തുടക്കമാണ്. ഈ കേരളത്തിനകത്ത് പ്രതിപക്ഷ നേതാവിനോട് ഉൾപ്പെടെ പരാതി പറഞ്ഞ് നിരാലംബരായി ഇരുട്ടുമുടികൾക്കകത്തേക്ക് താൻ ചെയ്യാത്ത കുറ്റത്തിന് അടക്കപ്പെടേണ്ടി വന്ന നിരപരാധികളായ നിരവധി പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളുടെ ശബ്ദമാണ് SFI ഇവിടെ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ പെൺകുട്ടികളെ ഇരുട്ടുമുടിയിൽ അടച്ചവരെ, ഇരുട്ടുമുടിയിൽ ഇരിക്കാൻ നിർബന്ധിച്ചവരെ, ഫോൺ കോളുകളിലൂടെയും അല്ലാതെയും മാനസികമായും പീഡിപ്പിച്ചവരോട് നിർദ്ദയമായി ഒരു കാരുണ്യവുമില്ലാതെ രാഷ്ട്രീയ കേരളം പകരം വീട്ടുക തന്നെ ചെയ്യും എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്, കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഞങ്ങളിതാ ഒരു മാതൃക കാണിച്ചു തരുന്നു. SFIയിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞ് ഒരു കുറവും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. അടിയന്തരമായി പ്രതിപക്ഷ നേതാവ് സഞ്ചരിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നുണ്ടാവും. കാരണം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ മനുഷ്യനാൽ പീഡിക്കപ്പെട്ട പെൺകുട്ടികളുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡൽഹിയിലെ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും അടക്കം പറയും നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ സഞ്ചരിക്കുന്ന, ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുന്ന, ഇനി ഇന്ത്യക്ക് പുറത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ലോകം മൊത്തം വ്യാപിക്കുന്ന എവിടെയൊക്കെ കോൺഗ്രസ്സുകാരനുണ്ടോ ആ കോൺഗ്രസ്സുകാരനെല്ലാം ഈ പെൺകുട്ടികൾ ഒരു നിമിഷം വന്ന് പരാതി പറയും എന്ന ജാഗ്രതയോടുകൂടി ഒരു പരാതിപ്പെട്ടിയുമായി നാളെ മുതൽ കേരളത്തിൽ ഇറങ്ങി നടക്കണം എന്ന് ആവശ്യപ്പെടുകയല്ല, ഇവിടുത്തെ കേരളത്തിലെ വിദ്യാർത്ഥികൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നല്ലവരായ കോൺഗ്രസ്സുകാരെ, ജനാധിപത്യ മൂല്യം നഷ്ടപ്പെടാത്ത ഏതെങ്കിലും കോൺഗ്രസ്സുകാരെ നിങ്ങൾ ഇന്നും കോൺഗ്രസിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പരാതിപ്പെട്ടി നിങ്ങളുടെ കയ്യിൽ കരുതണം. നിങ്ങളോട് പരാതിപ്പെടാൻ അനേകായിരം പെൺകുട്ടികൾ, ഈ ദുഷ്ടന്റെ പീഡനങ്ങൾക്കിരയായവർ കാത്തു നിൽക്കുന്നുണ്ട്. ആ പരാതി വാങ്ങിയിട്ട് ഇവിടെ ഞങ്ങൾ എഴുതിയ വാചകം നിങ്ങൾ വായിക്കണം. പരാതികൾ സ്വീകരിക്കും, പക്ഷേ പരിഹരിക്കപ്പെടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ പ്രതിപക്ഷ നേതാവ് പരാതി വാങ്ങി പരിഹരിക്കാതിരുന്നത് പോലെ, KPCC പ്രസിഡന്റ് പരാതി വാങ്ങി പരിഹരിക്കാതിരുന്നത് പോലെ, ദയവ് ചെയ്ത് അന്തസ്സുള്ള, നെഹ്റുവിനെ സ്നേഹിക്കുന്ന, മഹാത്മാഗാന്ധിയോട് എന്തെങ്കിലും സ്നേഹമുള്ള ഒരു കോൺഗ്രസ്സുകാരനും ഇന്നും സോണിയാഗാന്ധി ഈ പാർട്ടിക്കകത്തുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ സോണിയാഗാന്ധിയോടൊരു അല്പമെങ്കിലും ബഹുമാനമുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ഈ കോൺഗ്രസിനകത്ത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് പരാതി മുക്കിയതുപോലെ, ഷാഫി പറമ്പിൽ പരാതി മുക്കിയതുപോലെ, KPCC പ്രസിഡന്റ് പരാതി മുക്കിയതുപോലെ ഈ അധമന്റെ, ഈ ക്രൂരന്റെ, ഈ പിശാചിന്റെ പരാതികൾ മുക്കാതെ സധൈര്യം ആ പെൺകുട്ടികൾക്ക് വേണ്ടി പോരാടാൻ ഞങ്ങളുടെ കൂടെ അന്തസ്സുള്ള കോൺഗ്രസ്സുകാർ തെരുവിലേക്ക് ഇറങ്ങണം എന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടി, SFIക്ക് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരാതിപ്പെട്ടി ഞങ്ങളിവിടെ, ഈ ഹെൽപ്പ് ഡെസ്ക് ഞങ്ങളിവിടെ സ്ഥാപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ ഇവിടെ ഇരുത്താം, കോൺഗ്രസ് നേതാക്കന്മാരെ ഇവിടെ ഇരുത്താം,
യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ഇവിടെ ഇരുത്താം. KSU നേതാക്കന്മാർ ഇന്ന് കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാ കോളേജും തോറ്റ് ഒരു പണിയുമില്ലാതെ വെറുതെ കണ്ണൂർ കുത്തിയിരിക്കുന്നുണ്ട്. ആ കണ്ണൂർ കുത്തിയിരിക്കുന്ന MGയിൽ തോറ്റ KSU നേതാക്കന്മാരെ വിളിക്കാം. കാരണം ഇനി മറ്റ് പണിയൊന്നുമില്ല. കാരണം ക്യാമ്പസുകളെല്ലാം തോറ്റു. ക്യാമ്പസിൽ ഇനി അടുത്ത വർഷം തെരഞ്ഞെടുപ്പിന് അവർക്ക് പോയാൽ മതി. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിലെ KSU ഇനി മറ്റ് പണികളൊന്നുമില്ല. പ്രതിപക്ഷ ആകുലപ്പെടേണ്ട. അങ്ങനെ തോറ്റിരിക്കുന്ന KSUക്കാർക്ക് ഒരു പണി കൊടുക്കാൻ കൂടി വേണമെങ്കിൽ ഈ ഹെൽപ്പ് ഡെസ്കിനെ അങ്ങയ്ക്ക് പ്രയോജനപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹെൽപ്പ് ഡെസ്ക് SFIക്ക് വേണ്ടി, കോൺഗ്രസ്സുകാർക്ക് വേണ്ടി, അന്തസ്സുള്ള കോൺഗ്രസ്സുകാരെ പ്രതികരിച്ച് ഞങ്ങളിവിടെ സ്ഥാപിക്കുന്നു. ഈ ഹെൽപ്പ് ഡെസ്കിലേക്ക് പരാതികൾ വരുമ്പോൾ സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാവുന്നത് പോലെ നടപടിയെടുക്കാൻ ആർജവത്തോടെ അന്തസ്സ് കൂടി കാണിച്ചിട്ട് ജനങ്ങൾക്ക് മുന്നിൽ വന്ന് രാഷ്ട്രീയ നാടകം കളിക്കാൻ, കോമിക്ക് കാണിക്കാൻ, കോമഡി പറയാൻ, തമാശ പറയാൻ ഇയാൾ തയ്യാറാവണം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ.